ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജാക്ക് ആൻഡ് ജോക്ക് എന്ന സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ജാക്കിൻ്റെ മുത്തശ്ശിയാണെങ്കിൽ വീട്ടിൽ വെച്ച് വയ്യാതെ കുഴങ്ങി വീണതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ജാക്കും ജോക്കറും കൂടെ ആയിട്ട് മുത്തശ്ശീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ നമ്മുടെ ജാക്ക് ആണെങ്കിൽ മുത്തശ്ശീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായി നിൽപ്പുണ്ടായിരുന്നു. ജോക്കർ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയാണ്. അങ്ങനെ അവർ കുറേ നേരം എമർജൻസി റൂമിൻ്റെ ഫ്രണ്ടിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. 3 മണിക്കൂറോളം കഴിഞ്ഞു, എന്നിട്ട് മുത്തശ്ശീനെ കുറിച്ചൊരു വിവരമില്ല. ആ സമയം ഒരു നേഴ്സ് അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ എന്തായും ചോദിക്കുന്നുണ്ട്. ആ സമയം ചെക്കപ്പ് കഴിഞ്ഞേ ഉള്ളൂ, ഒരു സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹം വന്നാലേ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ എന്നൊക്കെ പറയാണ്. ഇതേ ടൈമിന് നമ്മുടെ ജാക്കാണെങ്കിൽ 3 മണിക്കൂറായി, എന്നിട്ട് നിങ്ങളൊരു ചെക്കപ്പ് മാത്രമേ ചെയ്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നേഴ്സ് നിങ്ങളുടെ മുത്തശ്ശിക്ക് ഇൻഷുറൻസ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണം. ആ സമയം ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ നിങ്ങളാണെങ്കിൽ കൗണ്ടറിലേക്ക് ചെന്ന് ക്യാഷ് അടയ്ക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ജാക്കും ജോക്കർ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ നോക്കിയപ്പോൾ നല്ലൊരു തുക ഈ ഒരു 3 മണിക്കൂർ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജാക്കാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എങ്ങനെയും പൈസ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് ആ ഒരു പേപ്പറൊക്കെ സൈൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ജാക്കാണെങ്കിൽ സൈൻ ചെയ്യുന്ന നേരം കൊണ്ട് നമ്മുടെ ജോക്കർ എങ്ങോട്ടൊക്കെ ഓടിപ്പോവാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ജോക്കറിൻ്റെ അച്ഛൻ ഈ ഒരു ഹോസ്പിറ്റലിൽ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു സർജനാണ്. അപ്പോൾ ഈ സമയത്തും അവൻ്റെ അച്ഛൻ ഈ ഹോസ്പിറ്റലുണ്ടായിരുന്നു. അങ്ങനെ നേരെ തന്നെ ജോക്കർ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. ആ ഒരു പ്രശ്നത്തിന് ശേഷം 5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് നമ്മുടെ ജോക്കറും അച്ഛനും വീണ്ടും മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെന്നപ്പോൾ തന്നെ അവനാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത്, അച്ഛാ പ്ലീസ് പ്ലീസ് പ്ലീസ്, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മുത്തശ്ശി തീരെ വയ്യാതെ കിടക്കുകയാണ്, ഒന്ന് നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ നേരെയാക്കി തരണേന്ന് പറയാണ്. ഇതേ സമയം അയാളുടെ കൂടെ നിന്ന് നേഴ്സെല്ലാം ഇതാരാ നിങ്ങളുടെ റിലേറ്റീവ് ആണെന്ന് വെച്ചപ്പോൾ ജോക്കർ അല്ല, ഞാൻ അയാളുടെ മകനാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അയാൾ അല്ല, ഇതെൻ്റെ മകനൊന്നും അല്ല, എനിക്കവനെ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ നടന്നു പോവാണ്. ജോക്കറിന് അങ്ങനെ അവൻ്റെ ഉള്ള പ്രതീക്ഷ പോവാണ്. ഇതേ സമയം ജാക്കിനെ കാണിക്കുമ്പോൾ ജാക്കാണെങ്കിൽ നമ്മുടെ സേവിനെ കോൾ ചെയ്യാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ജാക്കിന് കിട്ടിയ ക്യാഷ് എല്ലാം അങ്ങ് തന്നെ നമ്മുടെ ജാക്കാണെങ്കിൽ ബാങ്കിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയം നമ്മുടെ സേവിൻ്റെ കയ്യിലാണ് ഈ പൈസ എല്ലാം ബാങ്കിൽ ഡയിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ സേവിൻ്റെ അടുത്ത് എനിക്കാണെങ്കിൽ ക്യാഷ് വേണം, ഞാനത് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പോവാം, നീ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ചെയ്തിട്ട് എനിക്ക് എടുത്തു തരണമെന്ന് പറയുന്നുണ്ട് ക്യാഷ്. ആ സമയം നമ്മുടെ സേവാണെങ്കിൽ അയ്യോ പക്ഷേ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നീ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാഷിൻ്റെ പകുതി മാത്രമേ നിനക്ക് കിട്ടത്തുള്ളൂ, അത് അങ്ങനെ ഒരു പോളിസി ആയിപ്പോയി, നിനക്ക് പൈസ വേണമെങ്കിൽ ഞാൻ നിനക്ക് കടം തരാം, നീ ഇപ്പോൾ ബാങ്കിൽ നിന്ന് എടുക്കാൻ നിൽക്കല്ലേ, അത് പ്രശ്നമാവും, ഞാനല്ലേ നിൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്, സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം ജാക്ക് അതൊന്നും കുഴപ്പമില്ല, സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം സേവിനെ കാണിക്കുമ്പോൾ സേവ് എന്തുകൊണ്ടോ കരയുമായിരുന്നു. അതിനുശേഷം നമ്മുടെ ജാക്ക് ഇങ്ങനെ നിൽക്കുന്ന ടൈമിന് അവനെ കാണാൻ ബോസ് വരാണ്. അങ്ങനെ അവരുടെ ഒരു മാറി നിന്ന് സംസാരിക്കുന്നിടത്ത് ബോസാണെങ്കിൽ ജാക്കിൻ്റെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ആയുർവേദ മരുന്നുകളും കുറച്ച് ഫ്രൂട്ട്സും സംഭവമൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജാക്കാണെങ്കിൽ നമ്മുടെ ബോസിനോട്, ബോസ് എനിക്കിപ്പോൾ ക്യാഷ് ഭയങ്കര ആവശ്യമാണ്, എനിക്കറിയാം ഞാൻ ഇപ്പോൾ ബോസിൻ്റെ അടുത്ത് നിന്ന് വർക്കിൽ നിന്ന് റിസൈൻ ചെയ്തേ ഉള്ളൂ എന്ന്, എന്നാൽ ഞാൻ വീണ്ടും പഴയതുപോലെ താങ്കൾക്ക് വേണ്ടിയിട്ട് ഡെപ്റ്റ് കളക്ടറായിട്ട് വർക്ക് ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് പൈസയ്ക്ക് അത്ര ആവശ്യമുള്ളതുകൊണ്ടാണ്, പ്ലീസ് റൂഡായിട്ട് വിചാരിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം ബോസ് പക്ഷേ നിനക്ക് ആ ജോലി ഇഷ്ടമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ജാക്ക് എനിക്കേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ബോസ് എന്ന് പറയുന്നുണ്ട്. ആ സമയം ബോസ് എൻ്റെ കമ്പനിയിൽ നിനക്ക് വർക്ക് ചെയ്തുകൂടെ, എനിക്കാണെങ്കിൽ നിന്നെ മകനെ പോലെയാണ് സ്നേഹിക്കണമെന്ന് ആഗ്രഹം, ഞാനാണെങ്കിൽ നിന്നെ എൻ്റെ വളർത്തു മകനായിട്ട് എടുക്കട്ടെ, ഇനി നീ ഡെപ്റ്റ് കളക്ടറായിട്ട് വർക്ക് ചെയ്യേണ്ട, പകരം എൻ്റെ കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്താൽ മതി എന്ന് പറയാണ്. അതായിട്ടപ്പോൾ ജാക്ക് സീരിയസ് ആയിട്ടാണോ, താങ്ക് യു സോ മച്ച് എന്ന് പറയുന്നുണ്ട്. ആ സമയം ബോസ് പിന്നെ ഒരു കാര്യം കൂടെ, നിനക്കാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു റിച്ചായിട്ടുള്ള പെൺകുട്ടീനെ കല്യാണം കഴിക്കാൻ കൂടി പറ്റുമ്പോൾ മോനെ നോക്കിയാണ്. ആ സമയം അവനാണെങ്കിൽ ബോസ് നിങ്ങൾ എന്ത് പറഞ്ഞില്ലെങ്കിൽ ചെയ്യാൻ, എനിക്ക് അത് മാത്രം പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ബോസാണെങ്കിൽ എനിക്ക് നിന്നെ എൻ്റെ മകനായിട്ട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ മകനായിട്ട് എടുത്തു കഴിഞ്ഞാൽ കമ്പനിക്കൊരു ഉപകാരം തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു നിന്നെ മകനായിട്ട് എടുക്കണം, ഒരു കാര്യം ചെയ്യാൻ നീ എൻ്റെ ഡെപ്റ്റ് കളക്ടർ തന്നെ ആയിക്കോളാൻ പറയാണ്. അങ്ങനെ ജാക്കോറെ ആലോചിച്ചിട്ട് ശരി നിങ്ങൾ പറയുന്ന ആളെ ഞാൻ കല്യാണം കഴിക്കാമെന്ന് പറയാണ്. ഇത് ആക്ച്വലി നമ്മുടെ ബോസിൻ്റെ ഒരു പ്ലാനാണ്. അതായത് നമ്മുടെ ബോസിൻ്റെ വൈഫിൻ്റെ ആ റിങ് തിരിച്ചു കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞാൽ തന്നെ നമ്മുടെ റോസിനെ ജാക്കിന് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ, നമ്മുടെ ബോസ് ഉദ്ദേശിച്ച പെങ്കൊച്ചും റോസ് തന്നെയാണ്. അങ്ങനെ ജാക്കിപ്പോൾ പൈസയുടെ ആവശ്യം കൊണ്ട് ശരി നിങ്ങൾ പറയുന്ന പെങ്കൊച്ചിനെ ഞാൻ കല്യാണം കഴിച്ചോളാൻ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ബോസ് ഓക്കെ മോനെ, എന്നെ നീ അച്ഛാന്ന് വേണം വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ജാക്കാണെങ്കിൽ പെട്ടെന്ന് നിൽക്കുകയാണ്. അങ്ങനെ ബോസ് നേരെ ചെന്നിട്ട് കാറിൽ കയറിയപ്പോൾ അതേ കാറിൽ ബോസിൻ്റെ കൂടെ നമ്മുടെ സേവ് ഇരിപ്പുണ്ട്. സേവ് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ബോസിൻ്റെ ആളായിരിക്കുകയാണ്. അതുപോലെ തന്നെ സേവ് നമ്മുടെ ജാക്കിൻ്റെ അടുത്ത് പൈസ ഇപ്പോൾ അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതെല്ലാം ഒരു കള്ളമായിരുന്നു. അതായത് നമ്മുടെ ബോസിൻ്റെ ആ ഒരു ഡീല് സെറ്റാക്കി എടുക്കാൻ, അതായത് ഇപ്പോൾ പൈസ കിട്ടാതിരുന്നാൽ മാത്രമേ നമ്മുടെ ബോസ് പറഞ്ഞ ഐഡിയയിൽ നമ്മുടെ ജാക്ക് സമ്മതിച്ചു കൊടുത്തിട്ട് റോസിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുള്ളൂ. അങ്ങനെ കാറിൽ കയറിയുന്നതും ബോസും നീ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നന്നായിട്ട് തന്നെ ചെയ്തു, നീ ഹോപ്പിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിനക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ എന്നൊക്കെ പറയാണ്. ഇതേ സമയം നമ്മുടെ സേവിന് ഇയാൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ തീരെ താല്പര്യമില്ല. എന്നാലും ഹോപ്പ് അവൻ്റെ ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഹോപ്പിനെ ഇയാളിനെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് സേവ് ഇങ്ങനെയൊന്നും ചെയ്തതും പിന്നെ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ജാക്കിനോട് ഇങ്ങനൊരു കള്ളം പറയേണ്ട സിറ്റുവേഷൻ വന്നതും. അങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സേവ് ആണെങ്കിൽ ജാക്കിൻ്റെ കൂടെ ഇപ്പോൾ ജോക്കർ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, അവനാണ് നമ്മുടെ ടാറ്റുവിനും ഹോയ്ക്കും മോഷ്ടിക്കാനുള്ള പ്ലാനൊക്കെ കൊടുത്തതും പിന്നെ ജാക്കിൻ്റെ അടുത്ത് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത് നിന്ന് പോകാനായിട്ടുള്ള ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തതും അവൻ മിക്കവാറും
ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു പ്രശ്നമാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജാക്കാണെങ്കിൽ എന്തോ ആലോചിക്കുന്ന ടൈമിൽ അവൻ്റെ അടുത്ത് ജോക്കർ വരുന്നതാണ്. അപ്പോൾ അവരിപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്. അതേ ടൈമിൽ നമ്മുടെ ജാക്ക് ജോക്കറിൻ്റെ അടുത്ത് ബോസ് എന്നെ കാണാൻ വന്നിരുന്നു, പിന്നെയും ജോബ് ഓഫർ ചെയ്തു. എന്നാൽ ഡെപ്റ്റ് കളക്ടറായിട്ടല്ല, പകരം അയാളുടെ കമ്പനി ഏറ്റെടുത്തിട്ട് അയാളുടെ വളർത്തു മകനാവാനാണെന്ന് പറയാണ്. ആ സമയം ജാക്കാണെങ്കിൽ ഇതൊക്കെ പറയുന്ന കേട്ടപ്പോൾ നമ്മുടെ ജോക്കറിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആ ജോക്കറാണെങ്കിൽ നിനക്കറിയാലോ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ ബോസിൻ്റെ അടുത്ത് നിന്നൊക്കെ തിരിച്ചു കൊണ്ടുവന്നതെന്ന്, അപ്പോൾ നീയാണെങ്കിൽ അത് ശ്രദ്ധിക്കാൻ പോകണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ജാക്ക് ഞാൻ ഓൾറെഡി അയാളുടെ എസ് പറഞ്ഞു എന്ന് പറഞ്ഞതും ജോക്കറുണ്ടെ നീ എന്ത് പണിയാണ് കാണിച്ചത്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ ബോസിൻ്റെ അടുത്തുനിന്ന് മാറ്റി നിൻ്റെ മോതിരമൊക്കെ തിരിച്ചെടുത്തത്, എന്നിട്ട് നീ വീണ്ടും അയാളുടെ അടുത്തേക്ക് കയറിപ്പോവാണോ, നീ ഇനി വീണ്ടും കയറിക്കഴിഞ്ഞാൽ നീ അങ്ങ് കുറേ കഷ്ടപ്പെടും, നിനക്കാണെങ്കിൽ അയാളുടെ അടുത്ത് നിന്ന് പുറത്ത് വരാൻ പോലും പറ്റാത്ത സിറ്റുവേഷനായി പോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജാക്ക് എൻ്റെ അവസ്ഥ കൊണ്ടാൽ മനസ്സിലാക്ക്, നിനക്കും ഒരു നല്ല ലൈഫ് വേണം, എനിക്കൊരു നല്ല ലൈഫ് വേണം, എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് പ്ലീസ് എന്നെ മനസ്സിലാക്കാനൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. നമ്മുടെ ജോക്കർ ഇപ്പോൾ എവിടെയെങ്കിലും ജോലിയൊക്കെ കിട്ടുമെന്ന് അറിയാനായിട്ട് അവൻ്റെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ കൊണ്ട് ചെല്ലുന്നുണ്ട്. എന്നാൽ എല്ലായിടത്തും ഇവനൊരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആരും തന്നെ എടുക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഒരു കമ്പനി ചെന്നപ്പം അവരും സെയിം റീസൺ പറഞ്ഞിട്ട് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ജോക്കറാണെങ്കിൽ അവൻ്റെ ക്യൂട്ടായിട്ടുള്ള ഫേസൊക്കെ കാണിച്ചിട്ട് ഒരിക്കൽ നമ്മുടെ ലൈഫിൽ പലതും സംഭവിച്ചു എന്ന് കരുതിയിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മുടെ ലൈഫിലും ഇങ്ങനെ കഷ്ടപ്പെടണമെന്നാണോ നിങ്ങളൊക്കെ പറയുന്നത്, അപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർ ഈ ലോകത്ത് എങ്ങനെ ജീവിക്കും, എനിക്ക് ജോലി തന്നുകൂടി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ നടക്കുന്നതേ ഇല്ല. അങ്ങനെ അവൻ വീട്ടിലേക്ക് തിരിച്ച് പോകുന്ന വഴിക്ക് എവിടെയൊക്കെ ഒരു കുഞ്ഞ് ജോലിയൊക്കെ ഉള്ളതാവും ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബോസാണെങ്കിൽ ജാക്കിനെ കൊണ്ടൊരു സ്ഥലത്തേക്ക് വന്നേക്കുന്നതാണ്. ഈ സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു നാട്ടിൽ റിച്ചായിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ബോസും അവരുടെ കൂടെ കൂടുന്ന ഒരാളാണ്. അപ്പോൾ ബോസ് നമ്മുടെ ജാക്കിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് എൻ്റെ സ്വന്തം മകനായ അരാനെ പോലും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല, എന്നാൽ നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു, അപ്പോൾ അതിൻ്റെ അത്ര ഇമ്പോർട്ടൻസ് നിനക്ക് മനസ്സിലാകുമായിരിക്കല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇയാളുടെ ഉദ്ദേശം മറ്റൊന്നുമല്ല, എങ്ങനെയെങ്കിലും നമ്മൾ റോസിനെയും ജാക്കിനെയും കെട്ടിക്കണം, എന്നിട്ട് ഇയാളുടെ വൈഫിൻ്റെ മാല തിരിച്ചങ്ങ് എടുക്കണം, അതേപോലെ തന്നെ റോസിൻ്റെ ഉപയോഗിച്ച് കുറേ പൈസ ഉണ്ടാക്കി വേണം. കാരണം ആ ഒരു ഏരിയയിൽ ഏറ്റവും റിച്ച് എന്ന് പറയുന്നത് അത് റോസായിരിക്കും നമ്പർ 1 കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ജാക്കാണെങ്കിൽ ഇതൊന്നും എതിർക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ബോസ് പറയുന്നതെല്ലാം സമ്മതിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേസമയം വന്ന ബിസിനസ്സുകാരുടെ കൂടെയാണ് നമ്മുടെ റോസിൻ്റെ അച്ഛനും വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റോസും കൂടെ വന്നിട്ടുണ്ട്. ഇതേ ടൈമിൽ നമ്മുടെ റോസിന് നമ്മുടെ ജാക്കുമായിട്ട് കല്യാണം ആലോചിക്കുകയാണ് എന്ന കാര്യം റോസിൻ്റെ പാരൻസ് അവളോട് പറയുന്നുണ്ട്. എന്നാൽ ജാക്കാണ് പയ്യനെന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ റോസ് എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നപ്പോഴാണ് നമ്മുടെ ജാക്ക് ഇവിടെ നിൽക്കുന്ന കാണുന്നത്. അപ്പോൾ പറയുന്നുണ്ട് ഇതാണ് നിൻ്റെ ചെക്കനെന്ന്. ഇത് കേട്ട് നമ്മളെ റോസ് ഒറ്റയടിക്കാനുള്ള തീരുമാനം പറ്റിയിട്ട് ഞാൻ റെഡിയാണെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. കാരണം ഇവർക്ക് മുമ്പേ നമ്മുടെ ജാക്കിന് ഇഷ്ടമാണ്, ഇപ്പോഴാണ് ജാക്കാണ് ചെക്കനെന്ന് മനസ്സിലാവുന്നത്. ആ സമയം ബോസ് ഇതിങ്ങനെ ദത്തെടുത്തതിൻ്റെ മകൻ ജാക്കാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട്. അതേ ടൈമിൽ അങ്ങോട്ടേക്ക് മറ്റൊരു പയ്യൻ വരുന്നുണ്ട്. ഇത് ആ കൂട്ടത്തിലുണ്ടായിരുന്ന റിച്ചായിട്ടുള്ള ആളുടെ മകനാണ്. ഇയാൾക്കെന്ന് പറയുമ്പോഴത്തേക്കും ഈ പയ്യന് നമ്മുടെ റോസിനെ കല്യാണം കഴിയണം, റോസ് തന്നെ ഫിയാൻസിയാണ്, ആ ഒരു നിലയിൽ നിൽക്കുന്ന ആളാണ്. പക്ഷേ നമ്മുടെ റോസിൻ്റെ ആ പയ്യനെ താല്പര്യമില്ല. അപ്പോൾ ആ പയ്യൻ വന്നിട്ട് നമ്മുടെ റോസിനോട് സംസാരിക്കുന്ന ടൈമിൽ ആ പയ്യൻ്റെ അച്ഛൻ മിണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെയൊക്കെ പിടിച്ച് നിർത്തുന്നുണ്ട്. അതിനുശേഷം ഈ ബിസിനസ്സുകാരായിട്ടുള്ള ഈ ആൾക്കാരെല്ലാവരും കൂടെ ആയിട്ട് ഒരു ഗെയിം കളിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതായത് ഒരു മിക്കപ്പോഴും കളിക്കുന്ന ഗെയിമാണ്, എന്നാൽ അതെപ്പോഴും കളിക്കുന്നുണ്ട് ഒരു മടുത്തിട്ട് അത് വേണ്ടാന്ന് പറയുന്നുണ്ട്. ആ സമയം ആ ഒരു പയ്യൻ്റെ അച്ഛനാണെങ്കിൽ എങ്കിൽ പിന്നെ നമുക്കത് റിയലായിട്ട് തന്നെ കളിക്കാം, കളിയിൽ ജയിക്കുന്ന ആൾക്കാർക്ക് ഓരോരോ നഷ്ടങ്ങളും ശരിക്കും കിട്ടുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ടാകും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഏരിയ കാണും, നിങ്ങൾ പൈസ വാങ്ങുന്നത് അങ്ങനെയൊക്കെ, ആ ഏരിയയിലോ മറ്റേ ആക്ക് പോകും, അങ്ങനെയൊക്കെ മാറി മാറി വരുമെന്ന് പറഞ്ഞിട്ടൊരു കളിക്കുവാണ്. സത്യം പറഞ്ഞാൽ ഈ കളി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിലെന്ന് പറയുമ്പോൾ ഇവരാണെങ്കിൽ ഒരാൾ ഇപ്പോൾ ഒരു ഡൈസ് ഇങ്ങനെ ഇടും. അപ്പോൾ ഡൈസിൽ എത്ര നമ്പറാണോ വരുന്നത് ഇവരിയ്ക്കുന്ന ടേബിളിൽ ചുറ്റും ഇങ്ങനെ കളിയുടെ ഓരോരോ കട്ടകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ചെസ്സിൽ ഇങ്ങനെ കട്ടകൾ നീക്കുന്ന പോലെ തന്നെ എത്ര ഡൈസ് ഇടുന്നു അത് 1 2 3 4 എന്നുണ്ടെങ്കിൽ നീക്കിപ്പോവും. അപ്പോൾ എവിടെ നിൽക്കുന്നോ ആ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഇപ്പോൾ എന്തുവാ നമ്പേഴ്സിന് പകരം ഒരു പിക്ചർ കൊടുത്തിരിക്കുന്ന ഏരിയ ആണെങ്കിൽ ആ ഏരിയയ്ക്ക് അവർക്ക് ലക്കിയാണ്. അപ്പോൾ ആ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇരിക്കുന്നൊരു കാർഡ് എടുക്കാം. ആ കാർഡിലുള്ള പോലെ കാർഡിൽ ഇവർക്ക് ഭാഗ്യം വരുന്ന രീതിയിൽ ആ സ്ഥലം നിങ്ങൾക്കുള്ളതാണ്, ഇത്ര പൈസ നിങ്ങൾക്ക് വരും എന്നൊക്കെ പറയുവാണെങ്കിൽ റിയലായിട്ട് അത്രയും മണി ഇവർക്ക് കിട്ടും. അതായത് അവർ റിയൽ പൈസ വെച്ചാണ് ഇപ്രാവശ്യം കളിക്കുന്നത്. അങ്ങനെ കളിക്കുന്നുണ്ട്. നമ്മുടെ ബോസിനാണെങ്കിൽ കളിച്ച് വരുന്നതനുസരിച്ച് ഉള്ളതെല്ലാം കയ്യിൽ നഷ്ടപ്പെടുവാണ്. ആ സമയം നമ്മുടെ ജാക്കാണെങ്കിൽ ജയിക്കാനുള്ളൊരു ട്രിക്ക് അവസാന നിമിഷത്തിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബോസ് അതനുസരിച്ച് ഡൈസ് ഇടുമ്പോൾ നമ്മുടെ ജാക്ക് പറഞ്ഞ പോലെ തന്നെ നമ്പർ 6 ഒക്കെ കിട്ടുവാണ്. അങ്ങനെ അത് വെച്ച് പോയപ്പോൾ നമ്മുടെ ബോസിന് നമ്പറിന് വരും ഒരു പിക്ചറിലാണ് വന്നിരിക്കുന്നത്.
കാണിക്കുന്നത്. അതായത് ബോസിന് ഇപ്പോൾ ഒരു കാർഡ് എടുക്കാം, ആ കാർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് ബോസിന് ഉള്ള സംഭവമാണ്. അത് പക്ഷേ ആ കാർഡ് എടുത്ത് നോക്കിയപ്പോൾ കണ്ടത് മറ്റൊന്നല്ല, ബോസ് കുറേ പേർ കടം കൊടുത്തിട്ട് അവരെ എല്ലാ മാസം കടം മേടിക്കാറുണ്ടല്ലോ, അങ്ങനെ 3 മാസത്തേക്ക് ആരെയൊന്നും കടം മേടിക്കാൻ പാടില്ല ലോക്കൽ ഏരിയാസിൽ നിന്ന്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബോസ് പൈസ ഉണ്ടാക്കുന്നത് തന്നെ ആൾക്കാർ ഇതുപോലെ കടമൊക്കെ മേടിച്ചിട്ടാണ്. അപ്പോൾ 3 മാസത്തേക്ക് ഇങ്ങനെ മേടിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഒരു ഭാഗ്യം കിട്ടിയിട്ട് എടുത്ത കാർഡിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയായതുകൊണ്ട് തന്നെ നമ്മുടെ ബോസ് ഒരുമാതിരിയായി പോവാണ്. അവിടെ ഇരിക്കുന്ന മറ്റ് ബിസിനസ് ആൾക്കാരെല്ലാവരും ഇരുന്നങ്ങ് ചിരിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ബോസ് ആണെങ്കിൽ വാഷ്റൂമിൽ നിൽക്കുന്നതാണ്. ഇയാൾക്ക് നല്ല ദേഷ്യമുള്ളതുകൊണ്ട് തന്നെ ഇയാൾ ബാത്റൂമിൽ കിടന്ന് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അവസാനം ഒരുവിധം ഇയാൾ കാം ഡൗൺ ആയ ശേഷം പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ജാക്കിൻ്റെ അടുത്തേക്ക് ചെന്ന ശേഷം, എന്തൊക്കെ സംഭവിച്ചാലും നീ റോസിനെ കല്യാണം കഴിക്കണം, എത്രയും പെട്ടെന്ന് നീ അവളെ നീയുമായിട്ട് ക്ലോസ് ആക്ക്, എന്നിട്ട് വേണം അവളെ ഉപയോഗിച്ച് അവളുടെ അച്ഛനോടെല്ലാം ഈ 3 മാസത്തേക്ക് കടം മേടിക്കാൻ പാടില്ല എന്ന് ഈ ഗെയിമിൽ എനിക്ക് കിട്ടിയ ആ റൂൾ മാറ്റിയിട്ട് എനിക്ക് പിന്നെയും ആൾക്കാരിൽ നിന്ന് കടം മേടിക്കാൻ. ജാക്ക്, നീ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ഈ കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇത്രയും കാലം നിൻ്റെ മുത്തശ്ശിയുടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നോക്കിയിരുന്നത്. ഇപ്പോൾ ആൾക്കാരിൽ നിന്ന് കടം തിരിച്ചു വാങ്ങാതെ ആ പൈസ കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ നിൻ്റെ മുത്തശ്ശിക്കുള്ള മരുന്നിൻ്റെ സംഭവം ചികിത്സയും എല്ലാം തന്നെ വിട്ടുപോകും. അതുപോലെ തന്നെ നമ്മളും കടത്തിലായിപ്പോവും, നീ അതൊന്ന് മനസ്സിലാക്കും മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജാക്കിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് അവൻ്റെ മനസ്സൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജാക്കാണെങ്കിൽ പക്ഷേ നമ്മൾ റോസിനെ ഉപയോഗിക്കുകയല്ലേ, റോസ് പാവമല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ബോസ് ഞാൻ പറയുന്നത് നീ മര്യാദ കേട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാക്കിൻ്റെ കഴുത്തിലൊക്കെ പിടിക്കുന്നുണ്ട്. അങ്ങനെ ജാക്ക് സമ്മതിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് നമ്മുടെ ജോക്കർ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വീട്ടിലിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആ ഒരു ടൈമിന് നമ്മുടെ ജാക്ക് വരാണ്. ജാക്ക് വന്നിരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജോക്കർ ആ ഫുഡ് കഴിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് അവൻ ഫുഡ് കഴിച്ച് തുടങ്ങാണ്. എന്നാൽ നമ്മുടെ ജാക്ക് കഴിക്കുന്നില്ല, കുറച്ച് മാത്രം എങ്ങനെയൊക്കെയോ കഴിക്കുന്നുണ്ട്. ആ സമയം ജോക്കറാണെങ്കിൽ എന്ത് പറ്റി ഫുഡ് കൊള്ളത്തില്ലെന്ന് വെച്ചപ്പോൾ ജാക്ക് അല്ല അതുകൊണ്ടല്ല, ഓൾറെഡി ഞാൻ ബോസിൻ്റെ കൂടെ ഫുഡ് കഴിച്ചു, വയറ് ഒത്തിരി നിറങ്ങിയിരിക്കുക, കഴിക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോക്കറാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ബിയർ ഒരുമിച്ച് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാക്കിനും ജോക്കിനും കുടികളെ ബിയർ എടുക്കുകയാണ്. എന്നാൽ ജോക്കറാണെങ്കിൽ അതെടുത്തപ്പോൾ തന്നെ ജാക്ക് അതും വേണ്ട, എനിക്ക് ഒന്നിനുള്ള സ്ഥലമില്ല, എനിക്കൊന്ന് കിടന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെ അവൻ ഉണ്ടാക്കിയ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ജോക്കിന് സങ്കടമാകുന്നുണ്ട്. എന്നാൽ ജോക്കർ അത് പുറത്ത് കാണിക്കാതെ കുഴപ്പമില്ല നീ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ ജാക്കിനെ റെസ്റ്റ് എടുക്കാനായിട്ട് പറഞ്ഞു വിടാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ജാക്കാണെങ്കിൽ റോസുമായിട്ട് ക്ലോസ് ആവാനായിട്ട് തന്നെ നമ്മുടെ റോസിനെ അവൻ്റെ കൂടെ അവൻ്റെ ഏരിയയിലേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ അവിടെ കൊണ്ടുവന്നിട്ട് അവിടെയുള്ളൊരു കടയുടെ അടുത്തോട്ട് പോകുന്ന ടൈമിന് നമ്മുടെ ജോക്കർ അവിടെ 2 വാട്ടർ ക്യാനും ഇങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കുന്ന കാണുവാണ്. ഇപ്പം അവന് ഒരു കമ്പനിയിലും ജോലി കിട്ടാത്തതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഈ ഒരു ജോലി ഇങ്ങനെ ചെയ്യാൻ നേരത്തിട്ട് ഈ വാട്ടർ ക്യാനും തൂക്കി എങ്ങോട്ടൊക്കെ കൊണ്ടുപോവാണ്. അപ്പോൾ അവനെ കണ്ടത് നമ്മുടെ ജാക്ക് നീ ഈ ജോലിയാണോ ഇപ്പോൾ ചെയ്യുന്നത്, നിനക്കെൻ്റെ ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ജോക്കറാണെങ്കിൽ ആന്നും വേണ്ട, ഇതൊക്കെ സിമ്പിൾ പരിപാടി എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോവുകയാണ്. ആ സമയം റോസ് ഇത് ആരാന്ന് വെച്ചപ്പോൾ അതെനിക്കറിയുന്നുള്ളൊരു പയ്യനാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞു കടയിൽ പോകണം. കുഞ്ഞു കട എന്ന് നല്ല ചെറിയ കട. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമ്മുടെ ജോക്കറാണെങ്കിൽ ജാക്കിനെ തിരിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ജാക്ക് ഇപ്പോൾ എവിടെയാണ് എന്നൊക്കെ അന്വേഷിച്ച് വന്നൊരു കുഞ്ഞു കടയുണ്ടല്ലോ, ആ കടയിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മുടെ ജാക്കിനാണെങ്കിൽ അവിടെയുള്ള സാധനങ്ങളെ പറ്റി കാര്യങ്ങളുണ്ട്, അവനൊരു കുഞ്ഞ് കോഫി മതി എന്ന് പറയുന്നുണ്ട്. എന്നാൽ റോസ് ഭയങ്കര റിച്ച് പെൺകുട്ടിയായതുകൊണ്ട് തന്നെ വന്നിട്ട് ഒരു ഐസ്ഡ് അമേരിക്കാനോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്കുണ്ടാർക്കും അമേരിക്കാന് ഇന്ന സാധനം ഇതൊക്കെ സംഭവം എന്നുള്ള രീതിയിൽ കിളിവേക്ക് നിൽക്കുകയാണ്. പിന്നെ എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതും വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ റോസും ജാക്കും കൂടെ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഇവർ നടക്കുന്ന അനുസരിച്ച് ഇവരുടെ പുറകെയായിട്ട് ഒരു കുഞ്ഞു ടോയ് കാർ ഇങ്ങനെ മൂവായി പോകുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ടാറ്റുവിനെയും ഹോയിനെയും അരാനെയും കാണിക്കുന്നത്. ആക്ച്വലി നമ്മുടെ റോസ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ മാല തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ, എന്തെങ്കിലും ഉദ്ദേശം കൊണ്ട് വന്നതാണോ, നമ്മുടെ ജാക്ക് എന്തിനാ ഇവളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത്, ഇതൊക്കെ അറിയാനായിട്ട് നമ്മുടെ ടാറ്റുവും ഹോയും അരാനും കൂടെ ആയിട്ട് ആ ഒരു കാറിനെ ഇവരെ പുറകെ വിട്ടാണ്. അതായത് നമ്മുടെ ടാറ്റുവിന് ഇമാതിരി കുറച്ച് പരിപാടികളൊക്കെ അറിയാന്നുള്ളതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവൻ്റെ കാറിൻ്റെ അകത്ത് ഒരു കുഞ്ഞു മൈക്രോഫോണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇവരിവിടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് എന്താ സംഭവം എന്നൊക്കെ ഇങ്ങനെ കേൾക്കാനായിട്ടാണ് ആ ഒരു കാറിനെ പറഞ്ഞു വിട്ടേക്കുന്നത്. അതിനുശേഷം നമ്മുടെ ജാക്കിനെയും റോസിനെയും കാണിക്കുമ്പോൾ ആ ഒരു ഏരിയയിലുള്ള കുട്ടികളെല്ലാവരെയും വിളിച്ച് വരുത്തിയിട്ട് നമ്മുടെ റോസാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഒരു മത്സരം നടത്താൻ പോവുക, ആര് ജയിക്കുന്നോ അവർക്കൊക്കെ ഞാനാണെങ്കിൽ സ്വർണ്ണ കോയിൻ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. സ്വർണ്ണ കോയിൻ എന്ന് കേട്ടപ്പോൾ ആ പിള്ളേരാണെങ്കിൽ ഒരു സെക്കൻഡ് സ്വർണ്ണ കോയിൻ്റെ ഷേപ്പിലുള്ള ചോക്ലേറ്റ് ആയിരിക്കും അല്ലേ എന്നിങ്ങനെ പറയാണ്. എന്നാൽ റോസ്
അല്ല, സ്വർണ്ണക്കോലെന്ന് പറഞ്ഞത് ഒറിജിനൽ സ്വർണ്ണമാണെന്ന് പറയുന്നുണ്ട്. അവർക്ക് പാവപ്പെട്ട പിള്ളേരായതുകൊണ്ട് തന്നെ അവർക്ക് ഫസ്റ്റ് കാര്യം മനസ്സിലായില്ല, പിന്നീട് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം റോസ് ആണെങ്കിൽ എല്ലാവർക്കും കളർ ഡ്രോയിങ്സ് പേപ്പേഴ്സ് ഇതെല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരവിടെ ഇരുന്ന് കഴിക്കുന്നതും റോസ് നിങ്ങളുടെ ഡ്രീം എന്താണോ അത് നിങ്ങൾ വരയ്ക്കാനായിട്ട് പറയാണ്. അങ്ങനെ പിള്ളേർ വരച്ചു കൊടുക്കുന്ന ടൈമിന് നമ്മുടെ റോസ് ജാക്കിനോടും ജാക്ക് നീയും വരയ്ക്ക്, എന്നാലല്ലേ നിൻ്റെ ഡ്രീം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അതുപോലെ തന്നെ എന്നാലേ നമുക്ക് കൂടുതൽ ക്ലോസ് ആവാനും പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജാക്ക് വരുന്ന വരയ്ക്കുകയാണ്. അങ്ങനെ നമ്മുടെ റോസ് എല്ലാവരും വരയ്ക്കുന്നതിന് നോക്കി നോക്കി വരുന്ന ടൈമിന് ജാക്കും വരച്ച് എന്താണെന്ന് നോക്കിയപ്പോൾ അതൊരു നോർമൽ സംഭവമായിട്ട് അവ ഇങ്ങനെ വരച്ച് വെച്ചൊക്കെയാണ്. അപ്പോൾ അവൾ നിൻ്റെ സ്വപ്നം ഭയങ്കര നോർമലാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ സമയം ജാക്കിൻ്റെ ടോണാകെ മാറിയിട്ട് ഞങ്ങളൊക്കെ പാവപ്പെട്ടവരാ, എനിക്കറിയാം ഒത്തിരി വലുത് ആഗ്രഹിച്ചാൽ നടക്കാൻ പോകുന്നില്ല എന്ന്, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആഗ്രഹം നോർമലാക്കിയത്. ഞങ്ങളെല്ലാവരും ലൈഫെ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്നവരാ, അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇത്രയും ആഗ്രഹം തന്നെ ഭയങ്കര വലുതാണ്, ഇത് തന്നെ നേടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഒത്തിരി വലുതൊന്നും ആഗ്രഹിക്കാത്തതെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം നമ്മൾ റോസിന് ഇവൻ എന്നതാ ഈ പറയുന്നത് മനസ്സിലാവുന്നില്ല, കാരണം അവൾ അത്രയ്ക്ക് റിച്ചാണ്. ഇതേ ടൈമിന് നമ്മുടെ ജോക്കറാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിരുന്ന് ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ റോസാണെങ്കിൽ നമ്മുടെ ജാക്കിൻ്റെ അടുത്ത് അപ്പോൾ നീ ഇവിടുത്തെ പിള്ളേരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാനും അവർക്ക് നല്ല എഡ്യൂക്കേഷനും കിട്ടാനും വേണ്ടിയിട്ടാണോ നീ സ്കൂൾ തുടങ്ങാനായിട്ട് തീരുമാനിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ജാക്ക് അതേന്ന് പറയുന്നുണ്ട്. അതേസമയം അവിടെ ഡ്രോയിങ് ചെയ്ത പിള്ളേരെല്ലാവരും ഇവരുടെ ഡ്രോയിങ്സ് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ജോക്കർ കാണുന്നുമുണ്ട്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ജാക്ക് റോസിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവിടാനായിട്ട് നമ്മുടെ റോസിൻ്റെ കാറിലേക്ക് കയറുന്നതാണ് നമ്മുടെ ജാക്കാണ് ഡ്രൈവ് ചെയ്ത് കൊണ്ടുവിടുന്നത്. അങ്ങനെ പോകാൻ നിൽക്കുന്ന ടൈമിന് നമ്മുടെ റോസാണെങ്കിൽ ജാക്കിൻ്റെ അടുത്ത് ജാക്ക് നിനക്ക് ലവർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജാക്ക് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഉറപ്പാണോ, കാരണം നേരത്തെ നമ്മൾ നടന്നു വന്നപ്പോൾ വാട്ടർ ക്യാനുമായിട്ട് ഒരു പയ്യൻ നടന്നു പോയില്ലേ, നീ അവനെ നോക്കുന്ന കണ്ടപ്പോൾ നിനക്ക് അവനോട് എന്തോ ഇഷ്ടമുള്ള പോലെ എനിക്ക് തോന്നിയെന്ന് പറയാണ്. ആളെ മനസ്സിലായോ, നമ്മുടെ ജോക്കറിനെയാണ് പറയുന്നത്. ആ സമയം ജാക്ക് അങ്ങനെയൊന്നുമല്ല, അവൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്, എനിക്കറിയാവുന്നൊരു പയ്യനാണെന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജാക്ക് ഈവനിങ് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വീട്ടിൽ ഇരിക്കുന്നതാണ്. എന്നാൽ ഇതുവരെയായിട്ട് ജോക്കർ വീട്ടിൽ വന്നിട്ടേ ഇല്ല. അങ്ങനെ ജാക്ക് കോൾ ചെയ്ത് നോക്കി, മെസ്സേജ് ഇട്ട് നോക്കി, എന്നാൽ ഒരു റിപ്ലൈ ഇല്ല. അങ്ങനെ അവൻ ഫുഡ് ഇരുന്ന് കഴിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം ഇതേ സ്ഥലത്ത്, അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ റോസിനെ നമ്മുടെ ജാക്ക് കൊണ്ടുവന്ന അതേ സ്ഥലത്ത് എന്തൊക്കെയോ ബോർഡൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിട്ട് നമ്മുടെ ജാക്ക് എന്തൊക്കെയോ സെറ്റാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ജോക്കറിനെ കാണിക്കുമ്പോൾ ഇവനാണെങ്കിൽ കഴിഞ്ഞ ദിവസം നേരെ നമ്മുടെ ജാക്കിൻ്റെ കൂടെ വീട്ടിൽ ചെല്ലാതെ ടാറ്റുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ടാറ്റുവിൻ്റെ ഹോയുടെ ആരാൻ്റെയും കൂടെ ഇരുന്നിട്ട് ഡ്രിങ്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഇപ്പോൾ രാവിലെ ഇവർ നാലും കൂടെ ബോധമില്ലാതെ കിടന്നുറങ്ങാണ്. ആ സമയം നമ്മുടെ ഹോയും ജോക്കറും എഴുന്നേക്കുന്ന ടൈമിന് താഴെ എന്തോ പരിപാടി നടക്കുന്നതിൻ്റെ ഒരു കയ്യടി സംഭവം ഇവർ കേൾക്കുന്നുണ്ട്. അതേ ടൈമിന് അങ്ങോട്ടേ നമ്മുടെ ടാറ്റുവിൻ്റെ അമ്മ വരുന്നത്. ടാറ്റുവിൻ്റെ അമ്മ വന്നിട്ട് എന്തോ പിള്ളേരെ നിങ്ങളെല്ലാം കൂടെ ബോധം പോയി കിടക്കുവാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് സൗണ്ട് കേട്ടിട്ട് നമ്മുടെ ഹോയും ജോക്കറും എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ അത് പിന്നെ നമ്മുടെ റോസാണെങ്കിൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തോ പൈസ കൊടുത്തിട്ട് എന്തോ വർക്കിന് വേണ്ടിയിട്ടുള്ള അങ്ങനെ എന്തോ സംരംഭമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലോഞ്ചിങ്ങിൻ്റെ പരിപാടി നടക്കുവാണെന്ന് പറയാണ്. ഇതേ ടൈമിന് ഹോയി ആണെങ്കിൽ സമയം നോക്കിയിട്ട് അയ്യോ ലേറ്റായെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടുന്നുണ്ട്. നമ്മുടെ ജോക്കറും ഞാനും അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് അവനും ഇറങ്ങി പോവുകയാണ്. ഇതേ ടൈമിൽ ടാറ്റുവിനെ ആരാനെ എണീപ്പിക്കാൻ ശ്രമിച്ചിട്ട് രണ്ടും അനങ്ങുന്നേ ഇല്ല. അങ്ങനെ അവരുടെ അവിടെ ഇട്ടിട്ട് ഇവരെല്ലാവരും അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം കഴിഞ്ഞ് നമ്മൾ റോസ് ഇതേ ടൈമിന് അറേഞ്ച് ചെയ്ത സ്ഥലത്ത് നിന്നിട്ട് ഒരുപാട് ആൾക്കാർ, അതായത് ആ ഏരിയയിലുള്ള കുറേ ലോക്കൽ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ജാക്കാണെങ്കിൽ നമ്മൾ പാവപ്പെട്ടവരാണ്, നമുക്ക് ഒരുപാട് സ്വപ്നം കാണാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ റോസ് അതിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ വെച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് കടമൊന്നും തിരിച്ചു കൊടുക്കാതെ തന്നെ പൈസ കൊടുത്തിട്ട് അവർക്ക് ഓരോരോ ബിസിനസ് തുടങ്ങാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് റോസ്. അപ്പോൾ ആൾക്കാരെല്ലാവരും കൈയടിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ടൈമിന് അങ്ങോട്ട് നമ്മുടെ ജോക്കർ വന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പോകുന്നില്ല, നീ ഇതൊക്കെ ചുമ്മാ പറയുവാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ബ്രെഡിൻ്റെ പാക്കറ്റ് എടുത്ത് എറിയുന്നുണ്ട്. എന്നാൽ റോസിൻ്റെ ദേഹത്ത് കൊള്ളാത്ത ജാക്ക് ഉടനെ പിടിക്കുവാണ്. എന്നിട്ട് നമ്മുടെ ജാക്കിൻ്റെ ബോഡി ഗാർഡ്സ്, അതായത് നമ്മുടെ ബോസിൻ്റെ ബോഡി ഗാർഡ്സ് ചെന്നിട്ട് നമ്മുടെ ജോക്കറിനെ അവിടെ നിന്ന് പിടിച്ച് മാറ്റുവാണ്. അതിനുശേഷം കാണിക്കുന്നത് നൈറ്റ് നമ്മുടെ ബോസ് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിന് അങ്ങോട്ടേക്ക് ജാക്ക് വരുന്നതാണ്. ആ സമയം ബോസ് ഇന്ന് റോസുമായിട്ടുള്ള പ്രോഗ്രാമിൻ്റെ ഇടയിൽ നിൻ്റെ ഫ്രണ്ട് കയറി പ്രശ്നം ഉണ്ടാക്കിയെന്ന് അറിഞ്ഞല്ലോ, അവൻ എന്തിനാ ഇതിൻ്റെ ഇടയിൽ കയറുന്നതെന്ന് ചോദിച്ചപ്പോൾ ജാക്കാണെങ്കിൽ അത് സോറി ബോസ്, അവനെ ഞാൻ വിലക്കിയിട്ടുണ്ട്, ഇനി അവൻ പ്രശ്നം ഉണ്ടാക്കാൻ വരില്ല എന്ന് പറയാണ്. ബോസ് അപ്പോൾ വിലക്കിയാൽ പോരാ, അവനെതിൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് പറയാണ്. അതേസമയം അവനാണെങ്കിൽ എന്തോ പറയാൻ വരുന്നുണ്ട്. എന്നാൽ ബോസ് റോസിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട നീ ഒരാളാണ്, അവനെ നിൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയേക്കെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാക്കിനെ പറഞ്ഞു വിടാണ്. ജാക്ക് പോയി കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് സേവ് വരാണ്. സേവ് ഇപ്പോൾ നമ്മുടെ ബോസിൻ്റെ ആളാണെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല, ആകെ സേവിനും ഹോപ്പിനും മാത്രമേ അറിയാവൂ. അപ്പോൾ നമ്മുടെ സേവ് അങ്ങോട്ടേക്ക് വന്നത് ബോസ് അവൻ്റെ ഫ്രണ്ട് അവിടെ കയറി പ്രശ്നം ഉണ്ടാക്കിയ കാര്യം പറഞ്ഞ് അതിന് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ ബോസിൻ്റെ ആ ഒരു
നിർദ്ദേശപ്രകാരം സേവാണ് നമ്മുടെ ജോക്കറിൻ്റെ എല്ലാ കാര്യവും ബോസിനെ അറിയിക്കുന്നത്. അങ്ങനെ സേവ് അവിടെ നിന്ന് പോവുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടാറ്റു ഒക്കെ താമസിച്ച അമ്പലത്തിലെ മെയിൻ അധികാരിയായിട്ടുള്ള ലേഡി ഉണ്ടല്ലോ, ആ ലേഡി അങ്ങോട്ടേക്ക് വരുവാണ്. ഇതേസമയം വീണ്ടും സേവിനെ കാണിക്കുമ്പോൾ നമ്മുടെ സേവ് പുറത്തേക്ക് ഇറങ്ങിയതും നമ്മുടെ കഴിഞ്ഞ ദിവസം റോസിനെ കൊണ്ട് ജാക്ക് വന്നപ്പോൾ കോഫിയൊക്കെ മേടിച്ച ഒരു കുഞ്ഞു കട, ആ കടയിൽ ആ ലേഡിയാണെങ്കിൽ നമ്മുടെ സേവിൻ്റെ അടുത്ത് വന്നിട്ട്, നീ ഇപ്പോൾ ബോസിൻ്റെ ആളായി മാറിയോ, നീയാണെങ്കിൽ ബോസിന് കട അടച്ച് തീർക്കാനും പൈസ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് നീ ഇപ്പോൾ സൈഡ് മാറിയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കത്തി എടുത്തിട്ട് നമ്മുടെ സേവിനെ ഉപദ്രവിക്കാൻ നിൽക്കുകയാണ്. എന്താ കറക്റ്റ് അങ്ങോട്ടേക്ക് ഹോപ്പ് വന്നിട്ട് ആ ലേഡീനെ വിരട്ടിയ ശേഷം, ഇതുകൊണ്ട് മര്യാദയ്ക്കിരുന്നോ, അതുപോലെ തന്നെ നമ്മുടെ സേവിനെ ഇവിടെ വെച്ച് കണ്ടാൽ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും നിനക്ക് അറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിരട്ടി വിടുവാണ്. അതിനുശേഷം വീണ്ടും ആ ലേഡീനെ കാണിക്കുമ്പോൾ അപ്പോൾ ഈ ലേഡി ആക്ച്വലി ഒരു ഫോർച്യൂൺ ടെല്ലറാണ്. അപ്പോൾ അതാണ് ബോസ് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ ലേഡി കുറേ കാർഡൊക്കെ നിരത്തി വെച്ചിട്ട് ഓരോരോ കാർഡ് എടുത്തിട്ട് ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് കുറേ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ആ ലേഡി തിരിച്ച് പോകാനായിട്ട് ഇറങ്ങുന്നതാണ്. ആ സമയം നമ്മുടെ ഹോയിനെ ആ ഒരു ലേഡി അവരുടെ ഡ്രൈവർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലേഡി വണ്ടി കയറി ഇരുന്നതും അവരുടെ കയ്യിൽ നിന്ന് ഒരു കാർഡ് താഴെ വന്ന് വീഴുവാണ്. അത് വീണതും അവരത് എടുത്ത് നോക്കിയിട്ട് നമ്മുടെ ഹോയിയുടെ അടുത്ത്, ഇത് ലവ് കാർഡാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഹോയി, നിങ്ങൾ നല്ലൊരു ഫോർച്യൂൺ ടെല്ലറാണെന്ന് വെച്ചപ്പോൾ ആ ലേഡി, ആരെങ്കിലും ഒരു ഫോർച്യൂൺ ടെല്ലറുടെ അടുത്ത് പോയിട്ട് അവർ നല്ലതാണോ നീ ചോദിക്കാറുണ്ടോ, ഈ ഫോർച്യൂൺ ടെല്ലിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോ സംഭവങ്ങൾ അടിസ്ഥാനമാക്കിയിരിക്കും. അതൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫോർച്യൂൺ ടെല്ലിങ്ങിനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് സത്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. എൻ്റെ അതേ സിറ്റുവേഷനിലാണ് ഹോയി ഇരിക്കുന്നത്. ഹോയിക്കും ഒരു സംഭവം മനസ്സിലായിട്ടില്ല. അങ്ങനെ അത് മനസ്സിലായിട്ട് ആ ലേഡി, നിൻ്റെ അടുത്ത് ഇത്ര നേരം ഇതൊക്കെ പറഞ്ഞ് എന്നെ വേണം അടിക്കാൻ, വണ്ടി എടുക്കുന്ന പറഞ്ഞിട്ട് അവരവിടെ നിന്ന് വണ്ടി എടുത്ത് പോവുകയാണ്. അതിനുശേഷം കാണി നമ്മുടെ ജാക്കാണെങ്കിൽ വീട്ടിൽ ടൈമിന് ജോക്കർ അങ്ങോട്ടേക്ക് വരികയാണ്. ആ സമയം ജാക്കാണെങ്കിൽ നീ വന്നിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് പറഞ്ഞതും ജോക്കറാണെങ്കിൽ, നീ ശരിക്കും ഞാൻ നിൻ്റെ മുത്തശ്ശീരെ കൂടെ പറ്റിപ്പിടിച്ച് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ചോദിക്കുവാണ്. അതായത് നമ്മുടെ റോസാണെങ്കിൽ ആ പ്രസംഗിക്കുന്ന ടൈമിന് നമ്മുടെ ജാക്കാണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ജോക്കിനെ പറ്റിയിട്ട് കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ വെറുതെ പറഞ്ഞത് തന്നെ ആയിരിക്കാം. പക്ഷേ നമ്മുടെ ആ ഒരു ടാറ്റുവിൻ്റെ മൈക്രോഫോൺ വെച്ചിരുന്ന ആ കാറ് ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ജാക്കാണെങ്കിൽ പറയുന്നില്ല നമ്മുടെ ജോക്കർ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജാക്കാണെങ്കിൽ അവനാണെങ്കിൽ എൻ്റെ ആരുമല്ല, മുത്തശ്ശിയുടെ ചുമ്മാ ഇതിനെ പറ്റിപ്പിടിച്ച് നിൽക്കുവാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മുടെ ജോക്കർ ഇപ്പോൾ ഒന്ന് ചോദിക്കുന്നത്. അങ്ങനെ അതൊക്കെ കേട്ടു എന്ന് മനസ്സിലായിട്ട് നമ്മുടെ ജാക്കാണെങ്കിൽ, നീ എൻ്റെ റോസിൻ്റെ ഇടയിൽ കയറി ഇടപെടുന്ന നിർത്ത്, നീ അങ്ങനെ ചെയ്യുന്നതനുസരിച്ച് അവൾ തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുക, ഞാനും നീ തമ്മിൽ ഒരു തരത്തിലുള്ള കണക്ഷനോ ഒന്നും തന്നെ ഇല്ല, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ഇടപെടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ജോക്കർ, നീ എന്താ നിൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകാനാണ് എന്നോട് പറയുന്നത്, അപ്പോൾ ഇത്രയും നാളും ഒരുമിച്ചുണ്ടായിരുന്നത് നിനക്കൊന്നും അല്ലേന്ന് ചോദിച്ചിട്ട് അവനിങ്ങനെ നിൽക്കുകയാണ്. അതേസമയം കറക്റ്റ് ബോസ് നമ്മുടെ ജാക്കിനെ കോൾ ചെയ്തപ്പോൾ അത് കണ്ടിട്ട് നമ്മുടെ ജോക്കർ, ഇനി ഞാൻ ഒരിക്കലും നിൻ്റെ ലൈഫിൽ വരത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങി പോകുന്നുണ്ട്. ജാക്കാണെങ്കിൽ ജോക്കറിൻ്റെ അടുത്ത് പോവല്ലേ എന്ന് പറഞ്ഞ് കുറേ ഇടന്ന് വിളിക്കുന്നുണ്ട്. എന്നാവും പോവുകയാണ്. ഇതേ സമയം നമ്മുടെ ജാക്കിന് ബോസിൻ്റെ കോൾ അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ നമ്മുടെ ജോക്കറിനെ ഫോളോ ചെയ്ത് പോവാതെ നമ്മുടെ ബോസിൻ്റെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ബോസ് പറഞ്ഞാൽ തന്നെ ജോക്കറിനെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി, അവനിനി എൻ്റെ ലൈഫിൽ വരത്തില്ല എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജോക്കറാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജാക്കിൻ്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് എന്നൊക്കെയാണ്. മുത്തശ്ശി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന ടൈമിന് നമ്മുടെ മുത്തശ്ശി കണ്ണു തുറന്നിട്ട്, എന്ത് പറ്റി മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഒന്നുമില്ലയെന്ന് പറയാണ്. എന്നാൽ മുത്തശ്ശി എനിക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവനാണെങ്കിൽ എല്ലാം മോശമായിക്കൊണ്ടിരിക്കുക മുത്തശ്ശി എന്നൊക്കെ പറയാണ്. ആ സമയം മുത്തശ്ശി, അങ്ങനെയൊന്നും ഇല്ലടാ, എല്ലാം ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജോക്കർ മുത്തശ്ശി റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് ആ റൂമിൻ്റെ സൈഡിലായിട്ട് ചെന്ന് ഉറങ്ങാനായിട്ട് കിടക്കുവാണ്. എന്നിട്ട് ജാക്ക് തൻ്റെ അടുത്ത്, ഇനി എൻ്റെയും റോസിൻ്റെ ഇടയിൽ വരരുത് എന്നൊക്കെ പറഞ്ഞായിരിക്കും ഇങ്ങനെ ആലോചിച്ചിട്ട് ഇവൻ കരയുവാണ്. ഇതേ സമയം ജാക്കിനെ കാണിക്കുമ്പോൾ ജാക്കും നമ്മുടെ ജോക്കറിനോട് അങ്ങനെയൊക്കെ പറഞ്ഞവനെ വിട്ടതുകൊണ്ട് തന്നെ ജാക്കും കരയുവാണ്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ ഉണ്ടാവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.